എല്ലാ ഉം, സാഷ്ടാംഗ പ്രണാമം. ഹരേ കൃഷ്ണ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണ് പ്രഭു. ഉണ്ട് പ്രഭു, കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്തൊക്കെയാ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ആ, എന്തൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്? പ്രഭു വായിക്കുന്ന ഭാഗവതമാണോ അതോ ഭഗവത്ഗീതയാണോ? എനിക്ക് ആ, ബുക്ക് വാങ്ങിയില്ല. ഭാഗവതം എനിക്ക് തന്നെ അറിയത്തില്ല. ഭാഗവതവും ഭഗവത്ഗീത രണ്ടും എടുത്തു വെച്ചേരെ. ഓക്കെ. രണ്ടും എടുത്തു ഭാഗവതം ഇല്ല പ്രഭു, ഭഗവത്ഗീത മാത്രമേ ഉള്ളൂ. മതി, എടുത്തു വെച്ചോ, ആ, കുഴപ്പമില്ല. അത് എടുത്തു വെച്ചിട്ടുണ്ട്. അത് എടുത്തു വെച്ചിട്ടുണ്ട് പ്രഭു. ആ, നന്നായി. ഇപ്പം വായിക്കുന്നത് ഏത് ബുക്കാ ഭഗവാനെ? ഇനിയിപ്പം വായിക്കാൻ പോകുന്നത് ഇപ്പം നമുക്ക് നോക്കാം. എന്തായാലും ഭഗവത്ഗീത നോക്കാം. ഓക്കെ, ശരി. ഭഗവത്ഗീതയും അത് കഴിഞ്ഞിട്ട് ഭാഗവതത്തിലോട്ട് വരാം. രണ്ടും എടുത്തു വെച്ചോ. പ്രഥമ സ്കന്ധവും ദശമ സ്കന്ധവും എടുത്തു വെച്ചോ. നോക്കട്ടെ. ഹരേ കൃഷ്ണ. ഞാനൊരു ഉഴപ്പനാ. അപ്പം എന്താണ് ഏതാണ് എടുത്തു വെക്കാൻ നോട്ട് ചെയ്യാനൊന്നും അറിയത്തില്ല. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നല്ല ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് കടന്നുപോയത്. ഏതായിരുന്നു? ബ്രഹ്മോത്സവം. ആ, ബ്രഹ്മോത്സവത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു? കൃഷ്ണ ബലരാമന്റെ നമ്മുടെ പ്രതിഷ്ഠ വാർഷികം എന്നതിലുപരി പ്രതിഷ്ഠാ ദിനം. ആ, കൃഷ്ണ ബലരാമന്റെ പ്രതിഷ്ഠാ വാർഷികം എന്നതിലുപരി നമ്മൾ കണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം മൂലാധാരത്തിന്റെ പ്രതിഷ്ഠയാണ് തിരുവനന്തപുരം കൃഷ്ണ ബലരാം ക്ഷേത്രം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ്റെയും മൂലാധാര പ്രതിഷ്ഠയാണ് കൃഷ്ണ ബലരാം. അവിടെ നിന്നാണ് ഈ പ്രപഞ്ചം മുഴുവൻ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ക്ഷേത്രത്തിൽ പോയി ദർശനം എടുക്കുന്നതിന്, അവിടുത്തെ നിവേദ്യം കഴിക്കുന്നതിന്, അവിടുത്തെ സത്സംഗങ്ങളിൽ കൂടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്ഷേത്രം എഴുതി വെച്ചോളൂ. വരും കാലങ്ങളിൽ ഭാരതം മുഴുവൻ എന്നല്ല, ഭാരതത്തിന് വെളിയിലും അത് ആ പേര് ഇടം നേടും. തിരുവനന്തപുരം കൃഷ്ണ ബലരാം ക്ഷേത്രം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ. അപൂർവമായ പ്രതിഷ്ഠ. ഇപ്പം അങ്ങനെ വരുമ്പം മാതാ ചോദിച്ചു, ഭഗവത്ഗീതയാണോ ഭാഗവതമാണോ? പറഞ്ഞു വന്നപ്പോൾ ഈ പറഞ്ഞൊക്കെ വന്നപ്പോൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നത്, നമ്മൾ സാധാരണ മലയാളികൾ കേട്ടു വളർന്ന വരികൾ, ആ വരികളിലൂടെ നമ്മൾ പോകുമ്പോൾ വെറുതെ ഒന്നുമല്ല അവരെ എഴുതുന്നതും ആചരിച്ചതും അല്ലെങ്കിൽ നമുക്ക് ഉപദേശിച്ചിട്ടും പോയത്. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള വരികൾ, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഏതാ ശ്ലോകം? വായിക്കാൻ അറിയാമോ? ആ, നഹി നഹി രക്ഷതി ദുഃഖ്രീം കരണേ. നഹി നഹി രക്ഷതി. നഹി നഹി, വേറെ ഒരു രക്ഷയുമില്ല. ഹരേർനാമ ഹരേർനാമ ഹരേർനാമൈവ കേവലം കലോ നാസ്തൈവ 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 ഗതിരന്യത. മഹാപ്രഭു പറഞ്ഞു. ഇപ്പൊ എന്തുകൊണ്ടായിരിക്കണം ഗോവിന്ദ എന്ന പദം ഉപയോഗിച്ചത്? ഒക്കെ പേര് പറയാമായിരുന്നല്ലോ. എന്തോ പറഞ്ഞ മാതാജി? ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ.
ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് അർജുനൻ ഭഗവാനെ ഗോവിന്ദ എന്ന അഭിസംബോധന ചെയ്തൊരു ഭാഗമുണ്ട് 1-ാമത്തെ അധ്യായത്തിൽ. എടുത്താട്ട് ഏത് ശ്ലോകമായിരിക്കും? 32, 33, 34 1-ാമത്തെ അധ്യായം. ആ 32, 33, 34, 35. കിം നോ രാജ്യേന ഗോവിന്ദ. കൃഷ്ണ, എനിക്ക് രാജ്യം വേണ്ട. കിം നോ കിം ഭോഗേർ ജീവിതേന വാ. എനിക്ക് മറ്റ് ഐശ്വര്യങ്ങളൊന്നും വേണ്ട, ഭോഗങ്ങളെ കൊണ്ടൊന്നും വേണ്ട. കുമാരനാശൻ ഒരു കവിതയുണ്ട്, ഭോഗങ്ങൾ. ആ വായിച്ചട്ടെ. വായിക്കട്ടെ പ്രഭു. ഉം. ഹരേ കൃഷ്ണ. ഉം. ശ്രീലഗുരുബോധയ്ക്ക് ജയ്. കിം ന രാജേന ഗോവിന്ദ കിം ഭോഗജീവിതേന വാ യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗസുഖാനി ച. ഉം. 33. ത ഇമേ അവസ്ഥിത യുദ്ധേ പ്രാണാം സത്യുക്ത ദാനി ച ആചാര്യ പിതരോ പുത്രസ്തദൈവ ച പിതാമഹ. 34. മാതുല സസുര പൗത്ര ശാല സംബന്ധിനസ്തദാ ഏതാന്ന ഹന്തുമിച്ഛാമി ഹനതോ അഭിമധുസൂദന. 35. അഭിത്രൈലോക്യ രാജസ്യ ഹേതു കിം ന മഹീകൃതേ നിഹത്യ ധാർത്തരാഷ്ട്രാന്ന കാ പ്രീതി സ്യ ജനാർദ്ദന. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഈ ശ്ലോകത്തില് ഇത്രയും ഈ 1, 2, 3, 4 ശ്ലോകങ്ങളില് ഒരുമിച്ച് വായിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ശ്രദ്ധിച്ചോ? ഭഗവാന്റെ ഓരോ പേരുകൾ. ഭഗവാന്റെ ഓരോ പേരുകൾ എവിടൊക്കെ പറഞ്ഞു? ജനാർദ്ദന, ഗോവിന്ദ. പിന്നെ എന്തെങ്കിലും ഉണ്ടോ? ഗോവിന്ദ എന്നാണ് കൂടുതലും പറഞ്ഞത്. ഈ 2 പേരുകൾ. ത്രൈലോക്യനാഥൻ. എന്തോ ശ്ലോകത്തിൽ പറഞ്ഞ പേരാ ഞാൻ ഉദ്ദേശിച്ചത്. ഗോവിന്ദ ഈ ശ്ലോകത്തിൽ മാത്രം പറഞ്ഞു മധുസൂദന പറയുന്നു. മധുസൂദന എന്ന് പറഞ്ഞു. ആദ്യത്തെയും അവസാനത്തെയും അവസാനിപ്പിച്ചത് എങ്ങനെയാ? ജനാർദ്ദന. ആദ്യം ഉപയോഗിച്ചത് ഗോവിന്ദ, അവസാനം ആദ്യം ഗോവിന്ദ, പിന്നെ ലാസ്റ്റ് ജനാർദ്ദന. ഈ 2 വാക്കുകൾ വളരെ കോൺഷ്യസോട് കൂടിയാണ് അർജുനൻ ഉപയോഗിച്ചത്. ജനാർദ്ദന എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ജനങ്ങളെ സംരക്ഷിക്കുന്നതാ. ജനങ്ങളുടെ സംരക്ഷകൻ ജനാർദ്ദന. അപ്പോൾ നാരായണനോ? നാരായണൻ നാരത്തിൽ വസിക്കുന്നതാ. അറിയില്ല. ഓക്കെ, ജലത്തിൽ വസിക്കുന്നയാള്. അത് മറ്റൊരർത്ഥം പിന്നെ ഈ എന്താ പറയാ, കുഴലൂതിന് നാരം പറയില്ലേ, ഓടക്കുഴലിന്. അറിയില്ല. അത് എനിക്ക് അറിയില്ല പ്രഭു. നരന്മാരുടെ എല്ലാം അധിപൻ നാരായണൻ. അച്ഛാ, നരന്മാരുടെ എല്ലാ അധിപൻ. ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. നാരായണൻ. അപ്പോൾ ഗോവിന്ദൻ, ജനാർദ്ദനൻ. ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ നേരത്തെ 1-2 വാക്കുകൾ പറഞ്ഞു. ഗോവിന്ദൻ. ഇപ്പം ഗോ എന്നതിന്റെ അർത്ഥം പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഇന്ദ്രിയങ്ങളെ എന്തോ? ഇന്ദ്രിയങ്ങൾ. ഗോവിന്ദൻ. ഗോ എന്ന് പറഞ്ഞാല് പശു. ഇന്ദ്രിയങ്ങൾ. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പശു.
ഉം. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ്, ഈ ഭൂമി. അപ്പോൾ ഇതിന്റെ എല്ലാം സംരക്ഷകൻ. നാഥൻ, ഉം. ഇതിന്റെ എല്ലാം. അപ്പോൾ വിന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വിന്ദ എല്ലാത്തിന്റെ കേട്ടില്ല കേട്ടില്ല എന്തോ? പ്രഭു. എന്താ പറഞ്ഞ? ഗോവിന്ദ. വിന്ദ ആ മീൻസ് ഇന്ദ. ആ സംരക്ഷകൻ. സന്തോഷം തരുന്നു, സന്തോഷം. സന്തോഷം തരുന്നവൻ. ഉം. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഏതൊരുവൻ സന്തോഷം തരുന്നുവോ, സന്തോഷം എന്നല്ല, പ്ലഷർ, ആനന്ദം തരുന്നുവോ, സന്തോഷമല്ല, ആനന്ദം തരുന്നുവോ, ആ ആളാണ് ഗോവിന്ദൻ. ഗോവിന്ദൻ. അതുകൊണ്ടാണ് ഭഗവാനെ വിശേഷിപ്പിക്കുന്നത് ആനന്ദമയൻ, ആനന്ദമയോ അഭ്യാസാത്. അപ്പോൾ ആർക്കൊക്കെ സന്തോഷം തരുന്നു? ലോകം മുഴുവൻ. ലോകം മുഴുവൻ. ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം, ആനന്ദം തരുന്നു, ക്ഷമിക്കണം, ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം തരുന്നു, പശുക്കൾക്ക് ആനന്ദം തരുന്നു, ഈ പ്രകൃതിക്ക് മുഴുവൻ. നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രഹ്മണ്യഹിതായ ബ്രാഹ്മണഹിതായ ച ഗോവിന്ദായ നമോ നമഃ. ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. അപ്പൊ വെറുതെ ഒന്നുമല്ല ഒരു ഈ പദങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തരുന്നത്. ഗോവിന്ദനെ ഭജിക്കാൻ പറഞ്ഞൊരിടത്ത് അത് കലിയുഗത്തില് ഹരിയുടെ നാമമല്ലാതെ വേറെ രക്ഷയുമില്ലെന്ന് പിന്നീട് അതുപോലെ തന്നെ പറഞ്ഞു. ഇവിടെ അർജുനൻ ഒന്നുകൂടി സൂചിപ്പിക്കുന്നു ഗോവിന്ദൻ. അപ്പൊ അവിടെ നമോ ബ്രഹ്മണ്യദേവായ ഗോ ബ്രാഹ്മണഹിതായ ച ജഗത് ഹിതായ കൃഷ്ണായ. ഈ ജഗത്തിന് മുഴുവൻ ആനന്ദകരം ഉളവാക്കുന്നവൻ. ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആനന്ദം കിട്ടുന്നത്. അതുവരെ എന്ത് ചെയ്യും? നമുക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ആ സന്തോഷത്തിന് നൈമിഷികമായ കാലയളവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ മുന്നിൽ ഈയാമ്പാറ്റ ജനിക്കുന്നതും മരിക്കുന്നതും പോലെ. മനസ്സിലാവുന്നുണ്ടോ? ശാശ്വതമായ ഒരു സന്തോഷം നമുക്ക് കിട്ടത്തില്ല. ആ ശാശ്വതമായ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതം ഗുഹ്യതമം ശാസ്ത്രം. ഏതാ ശ്ലോകം വരുന്നത്? ഇതം ഗുഹ്യതമം ശാസ്ത്രം. രാജവിദ്യരാജ്. ആണോ? 9-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ ശ്ലോകം. ഇതം ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാ നഘ. 9-ാമത്തെ ആണോ? 15 എടുത്തേ. 15 ലാസ്റ്റ് ആണോ? 15 ലാസ്റ്റ് വായിച്ചാട്ടെ. 15. ഇതം ഗുഹ്യതമം ശാസ്ത്രം ഇതമുക്തം മയാ നഘ. ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃത്യകൃത്യസ്യ ഭാരത. ട്രാൻസ്ലേഷൻ. വിവർത്തനം പാപരഹിത, ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്ന ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളുടെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും.
അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത വരും. പൂർണ്ണത കൈവരും. ഹരേ കൃഷ്ണ. അവരുടെ പ്രയത്നങ്ങൾക്ക് ഒരാളുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത വരുമ്പോൾ മാത്രമേ സംതൃപ്തി ഉണ്ടാവുകയുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ, മെന്റൽ സാറ്റിസ്ഫാക്ഷൻ, ആത്മസംതൃപ്തി. അവിടെയാണ് ആ ആത്മസംതൃപ്തി വരുമ്പോഴാണ് ആനന്ദം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പം അവർ ചെയ്യുന്ന പ്രയത്നങ്ങൾക്ക് പ്രയത്നം, നേരത്തെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു പ്രയത്നം, ആ യത്നം എന്നുള്ളത് യജ്ഞമായിട്ട് മാറുമ്പോഴാണ് പരിപൂർണത വരുന്നത്. എന്താണ് യജ്ഞമായിട്ട് മാറുന്നത്? യത് കരോഷ്യതസ്നാസി, എല്ലാം ഭഗവാനായിട്ട് അർപ്പിക്കുമ്പോൾ. അതെ, അതാണ് യത് കരോഷ്യതസ്നാസി ശ്ലോകം. നമുക്ക് പ്രമാണം വേണം. യത് കരോഷ്യതസ്നാസി യജ്ജുഘോഷ ദദാസ്യ നമ്മൾ വെറുതെ പറയാൻ പോയി കഴിഞ്ഞാൽ ഇയാൾ ആരാ എൻ്റെ അടുത്ത് പറയാൻ? അപ്പൊ പ്രമാണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മളെ ആരും അംഗീകരിക്കത്തില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നു, എന്നെ അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാ? ഭഗവാന്റെ വാക്കുകൾ പറഞ്ഞത് കൊണ്ടാണ്. ഞാൻ നാളെ വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അംഗീകരിക്കത്തില്ല. പിന്നെ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അപ്പം ഞാനെന്നൊരാള് ഇവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ വാക്കുകൾ പറയുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലേ? ആണോ? അല്ലേ? തീർച്ചയായിട്ടും അതാണ് അതിന്റെ വാസ്തവം. അപ്പോൾ ഇപ്പൊ നാളെ ഞാൻ ഈ സബ്ജക്റ്റ് വിട്ടിട്ട് ഞാൻ വേറെ വല്ല നോവലിന്റെ നിരൂപണം എഴുതി കഴിഞ്ഞാൽ ഞാൻ എഴുതള്ളൂ. അത്രയേ ഉള്ളൂ. ഇവിടെ ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നെ ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്, ഗോപ്യമായ ഭാഗമാണ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. വീണ്ടും വീണ്ടും നമ്മൾ ചിന്തിക്കണം. വളരെ ഗോപ്യമായ ജീവിതത്തിലെ നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഒരു പരിപൂർണത വരാനുള്ള ഒരു രഹസ്യം നമുക്കറിയാൻ കഴിയുക എന്നുള്ളത് അർജുനനെ പോലെ, നമ്മളെല്ലാം അർജുനന്മാരാണ്, അർജുനനെ പോലെ അറിയാൻ കഴിയുക എന്നുള്ളത് അത് നിസ്സാര കാര്യമല്ല. വലിയൊരു മഹാഭാഗ്യമാണ്. അതിനെ രണ്ട് കൈ നീട്ടി നമ്മൾ സ്വീകരിക്കുക. കാര്യം ജീവിതത്തിൽ ആനന്ദം വരണമെന്നുണ്ടെങ്കിൽ അത് ആ ആനന്ദത്തിന്റെ മൂലാധാരത്തിൽ, അല്ലെങ്കിൽ ആ ആനന്ദ സംഭരണിയിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. വേറെ ഇടത്തുനിന്ന് കിട്ടുമോ? ഇപ്പം ഭൗതികമായ ഒരുവനിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ജീവിയിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് നമുക്ക് ആനന്ദം കിട്ടത്തില്ല എന്നർത്ഥം. അതെല്ലാം സിനിമാശാലകളിലെ സ്ക്രീൻ പോലെയാണ്, നൈമിഷികമായതാണ്. ആ ഒരു നിമിഷത്തേക്ക് മാത്രം. അത് സമയം കഴിയുമ്പോൾ പിന്നെ ആ സ്ക്രീനിനെ ആരെങ്കിലും സ്നേഹിക്കുമോ? ഇല്ല. അതേസമയം നോക്കണം, ആ ഒരു വൈഡ് സ്ക്രീനാണ്, ആ വൈഡ് സ്ക്രീനിലൂടെയാണ് പല ലോകങ്ങളും നമ്മൾ കണ്ടത്. ആ സമയം മുഴുവൻ നമ്മൾ സന്തോഷം അനുഭവിച്ചു. അത് കഴിഞ്ഞപ്പം വീണ്ടും അത് സ്ക്രീൻ മാത്രമായി. ആ സ്ക്രീനിനെ നമ്മൾ ആരും സ്നേഹിക്കത്തുമില്ല. ഇതാണ് ഭൗതികമായ ഒരു ജീവിതം എന്ന് പറയുന്നത്. നൈമിഷികമായ കാര്യങ്ങളിലൂടെ നമ്മൾ പോകുമ്പോൾ നൈമിഷികമായ ചില നാടകത്തിന്റെ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ചില കൊച്ചു സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകാൻ. ഒരു പക്ഷേ സന്തോഷങ്ങളെക്കാൾ ഉപരി ദുഃഖങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം മുക്തനായി നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ ആനന്ദത്തിന്റെ ഉദാഹരണമായ, അല്ലെങ്കിൽ ആനന്ദത്തിന്റെ നിറകുടമായ, ആനന്ദത്തിന്റെ സംഭരണിയായ ആനന്ദമയോ അഭ്യാസാത് എവിടെ ചെല്ലണം? ഭഗവാനിലെത്തണം, ഭഗവാനിൽ പ്രാപിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷണം എന്ന് പറയുന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ, നമോ ബ്രഹ്മണ്യ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ജഗത് ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. അപ്പോൾ പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേകത എന്താ? ശരി, ഇന്നത്തെ പ്രത്യേകത വായിക്കുന്നതിന് മുമ്പിട്ട് ഈ ഒരു ഭാവാർത്ഥം ഒന്ന് വായിച്ചാണ്. ഈ നമ്മൾ ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: വേദഗ്രന്ഥങ്ങളുടെ എല്ലാം സാരസത്തെയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞത് 32, 33, 34, 35 ശ്ലോകങ്ങളുടെ ഭാവാർത്ഥം. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന എന്നർത്ഥമുള്ള ഗോവിന്ദ പദം
ഭഗവത്ഗീത എത്രാമത്തെ അധ്യായം പ്രഭു? 1 ഭഗവത്ഗീത ഒന്നിലെ. 1-ാമത്തെ അധ്യായം. ഓ, ആയിക്കോട്ടെ വായിക്കാം. ഇതെന്തത് ഇങ്ങനെ വായിക്കട്ടെ എത്തിരാ. പ്രഭു. ഉം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, വായിക്കട്ടെ. വായിച്ചോളൂ. വായിക്കൂ. ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്ന എന്ന അർത്ഥമുള്ള ഗോവിന്ദ എന്ന പദം കൊണ്ടാണ് ഇവിടെ അർജുനൻ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത്. സാരവത്തായ ഈ വാക്ക് ഉപയോഗിച്ചതുകൊണ്ട് തന്റെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് എന്തെന്ന് കൃഷ്ണൻ മനസ്സിലാക്കണമെന്ന് അർജുനൻ ധ്വനിപ്പിക്കുന്നു. ഗോവിന്ദ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയ സംതൃപ്തിയല്ല, എങ്കിലും ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്ദർപ്പണത്തിന് ശ്രമിക്കുന്നതായാൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ സ്വാഭാവികമായി തൃപ്തി അടഞ്ഞുകൊള്ളും. ഭൗതിക ലോകത്തിൽ എല്ലാവരും തങ്ങളുടെ ഇന്ദ്രിയ സംതൃപ്തിയാണ് ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ ഇഷ്ടാനുസൃതമായി ഭഗവാൻ അത് തന്നുകൊള്ളണമെന്നും അവർ ആശംസിക്കുന്നു. എന്നാൽ ഭഗവാൻ സകല ജീവാത്മാക്കൾക്കും അവരാഗ്രഹിക്കുന്ന തോതിലല്ല, അർഹിക്കുന്ന തോതിലത്രേ ഇന്ദ്രിയ സംതൃപ്തി നൽകുന്ന. മറിച്ച് സ്വന്തം ഇന്ദ്രിയ സംതൃപ്തി ആഗ്രഹിക്കാതെ ഗോവിന്ദന്റെ ഇന്ദ്രിയ സന്തുഷ്ടി മുൻനിർത്തി പ്രവർത്തിക്കുന്ന ജീവന് ഗോവിന്ദ കൃപയിൽ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റും. ബന്ധുക്കളോടും സമുദായത്തോടുമുള്ള അർജുനന്റെ അഗാധമായ മമതാബന്ധം സ്വാഭാവികമായ അനുകമ്പയാൽ ഇവിടെ ഭാഗികമായി പ്രദർശിപ്പിക്കപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ വൈമുഖ്യമുണ്ടാക്കി മാത്രമല്ല, താൻ നേടിയ ഐശ്വര്യത്തെ ബന്ധുമിത്രാദികളെ കാണിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അർജുനനാകട്ടെ തന്റെ ബന്ധുക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്നും ഐശ്വര്യത്തിൽ പങ്കുകൊള്ളുവാൻ ആരും ഉണ്ടാവില്ലെന്നും ഭയപ്പെടുന്നു. ഭൗതിക ജീവിതത്തിലെ സ്വാഭാവികമായ കണക്കുകൂട്ടലിലാണത്. ഇതിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ആധ്യാത്മിക ജീവിതം ഭക്തന് ഭഗവാന്റെ ഇംഗിതം നിറവേറ്റണമെന്ന് മാത്രമാണ് ആഗ്രഹം. അതുകൊണ്ട് സർവവിധങ്ങളായ ഐശ്വര്യങ്ങളെയും ഈശ്വരേച്ഛയാൽ ഭഗവത് സേവനത്തിനായി അയാൾ സ്വീകരിക്കും. ഭഗവാന്റെ ഇച്ഛയില്ലെങ്കിൽ ഒന്നും സ്വീകരിച്ചുകൂടാ. അതാണ് അർജുനൻ ബന്ധുക്കളെ ഹിംസിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒന്ന് ആവശ്യമാണെങ്കിൽ കൃഷ്ണൻ സ്വയം അത് ചെയ്യട്ടെ എന്ന് അദ്ദേഹം ആശിച്ചു. രണാങ്കത്തിലെത്തുന്നതിനു മുൻപ് തന്നെ കൃഷ്ണൻ അവരെ കൊന്നുകഴിഞ്ഞു എന്നും താൻ അദ്ദേഹത്തിന് ഒരു ഉപകരണമാവുക മാത്രമേ ഇനി വേണ്ടൂ എന്നും ഈ സമയത്ത് അർജുനൻ അറിഞ്ഞിരുന്നില്ല. ഇത് അടുത്ത അധ്യായങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഭഗവത് ഭക്തനായ അർജുനൻ ദുഷ്ടന്മാരായ ബന്ധുക്കളോട് പക വീട്ടാൻ ഉദ്ദേശിച്ചില്ല. എന്നാൽ അവരെല്ലാം കൊല്ലപ്പെടണമെന്നായിരുന്നു ഈശ്വരഹിതം. കൃഷ്ണഭക്ത അപരാധികളോട് പക വീട്ടാറില്ല. തന്നോട് പ്രവർത്തിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് കൊടുത്താലും സ്വഭക്തന്മാർക്ക് ദുഷ്ടന്മാർ ചെയ്യുന്നത്തെ ദ്രോഹം ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. അതുകൊണ്ട് അർജുനൻ ശത്രുക്കളെ വെറുതെ വിടാനാണ് ഇഷ്ടപ്പെട്ടതെങ്കിലും കൃഷ്ണൻ അവരെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഇതിലെ ഭാവാർത്ഥത്തിലെ അല്ലെങ്കിൽ ആ ശ്ലോകത്തിന്റെ ഉള്ളിലോട്ട് പോകുന്നില്ല, അതിനുള്ള സമയമില്ല. പക്ഷെ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ അർജുനൻ അവിടെ അർജുനന്റെ ക്വാളിറ്റി കാണിച്ചതാണ്. ഒരു വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം വൈഷ്ണവന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പരദുഃഖ ദുഃഖിയാണ്. അല്ലേ? ആണോ അല്ലേ? പരദുഃഖ ദുഃഖി. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നമ്മളുടെ ദുഃഖമായിട്ട് കാണാൻ ശ്രമിക്കുന്ന ആ ഒരു സ്റ്റാറ്റസ് കോയിൽ നിൽക്കും. അവരുടെ സ്ഥിതി നമ്മൾക്കാണെങ്കിൽ എന്തായിരിക്കും സ്വയം നമ്മൾ കാണുന്നു. അപ്പോഴാണ് അവരുടെ ദുഃഖത്തെയും നമ്മുടെ ദുഃഖമായി എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇതൊരു വൈഷ്ണവന്റെ ക്വാളിറ്റിയാണ്, പരദുഃഖ ദുഃഖി. അപ്പൊ ആ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ട് അർജുനോട് സംസാരിച്ചു. പക്ഷെ ഭഗവാൻ മറ്റൊന്നാണ് ചിന്തിച്ചത്. എന്താ മറ്റൊന്നാണ് ചിന്തിച്ചത് എന്ന് പറഞ്ഞത്? ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം
ഭക്തൻ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും കഴിവുള്ളവനായിരിക്കണം. ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. തുളസിജാഹം ഹൃദസന്നിവിഷ്ടോ മത്ത സ്മൃതി ജ്ഞാനം അപോഹനം, മറവി എന്നുള്ള ഒരു ക്വാളിറ്റി നമുക്ക് തീർച്ചയായിട്ടും കൂടിയേ തീരത്തും. ആ മറവി എന്ന ഒരു ഭാഗം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഒരുവനോട് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ മറന്നുകളാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം, അന്നേരം എൻ്റെ നാവിൽ അങ്ങനെ വന്നുപോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രവർത്തിച്ചു പോയി, പ്ലീസ് അതങ്ങ് മനസ്സിൽ വെച്ചേക്കരുതേ, അത് മറക്കണേ, എന്നോട് ക്ഷമിക്കണേ, ഇല്ലേ? പറയാറില്ലേ? ഉവ്വ്. ഉണ്ടോ ഇല്ലേ? ഉവ്വ് പ്രഭു. കാലത്തും മറക്കത്തില്ല, ഞാൻ മരണം വരെയും മറക്കത്തില്ല, ഇല്ലേ? പറയാറില്ലേ? ആ ഉണ്ട് ഉണ്ട് പ്രഭു. ആ ഒരു നിലപാട് ഭഗവാൻ എടുത്താലോ? അമ്മക്ക് നമ്മൾ കഷ്ടമായിരിക്കും. ചിന്തിക്കണം ആ ഒരു നിലപാട്. നമ്മളും ഭഗവാനോട് പ്രാർത്ഥിക്കുന്നവരാണ്, അല്ലേ? ആണോ അല്ലേ? ആണ്. ആ ഒരു നിലപാട് ഭഗവാൻ നമ്മളോട് എടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും ഈ ഇവിടെ പ്ര- ഈ പ്രപഞ്ചം ഉണ്ടാവില്ല പിന്നെ പ്രഭു. എന്തോ? ഉണ്ടാവില്ല. ഈ ഇവിടെ പ്രപഞ്ചം ഒന്നും പിന്നെ കാണില്ല. പ്രപഞ്ചം കാണുന്നത് പോട്ടെ, നമ്മളോട് എടുത്തു കഴിഞ്ഞാൽ, നമ്മളെന്ന വ്യക്തിയോട് എടുത്തു കഴിഞ്ഞാൽ നമ്മളില്ല പിന്നെ. ഒന്നുമില്ല. അത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ മറവിയും ക്ഷമയും ഒരു വൈഷ്ണവന്റെ ക്വാളിറ്റിയാണ്. എന്നെ അന്ന് അങ്ങനെ പറഞ്ഞിരുന്നു, ഇന്ന് അദ്ദേഹം വന്ന് ഹരേ കൃഷ്ണ പറഞ്ഞു, ഞാൻ എങ്ങനെ അദ്ദേഹത്തിനോട് ഹരേ കൃഷ്ണ സംസാരിക്കും? അദ്ദേഹത്തിന് മുഖത്ത് പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് പൂർവ്വരംഗങ്ങളാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പോട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത്, അതേസമയം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തന് ഒരിക്കലും ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നോക്കിയിരിക്കുന്നില്ല. ഞാനിന്ന് ശ്രേഷ്ഠമായൊരു ദിവസം എന്ന് പറയാൻ കാരണം നല്ലൊരു ഉദാഹരണം പറയാനുള്ളൊരു ദിവസമാണെന്ന്. എന്തുകൊണ്ടാ? ഊഹിക്കാൻ പറ്റുമോ? ഇന്ന് ദ്വാദശി. ഇന്ന് ദ്വാദശിയാണ്. ദ്വാദശിയിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പാരണ പാരണ വീട്ടും. വീട്ടും. എങ്ങനെ നമ്മൾ പാരണ വീട്ടുന്നത്? തുളസി വെള്ളത്തില് അരി ഇട്ടിട്ട് ആ വെള്ളം കുടിക്കും. ഓക്കെ, കർപ്പൂരം. ശരി. ഉം. സാധാരണഗതിയിൽ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. പാരണ വീടുമ്പോൾ നമ്മൾ വൈഷ്ണവ സേവ ചെയ്തുകൊണ്ട് വേണം പാരണ വീട്ടാൻ. ആക്ച്വലി നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ പോകണം. ക്ഷേത്രത്തിൽ പോകാൻ സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട് തന്നെയാണ് ക്ഷേത്രം. നമ്മുടെ വീട്ടിലെ അൾത്താര തന്നെയാണ് ക്ഷേത്രം. ഭഗവാന്റെ മുന്നിൽ നമ്മൾ നിവേദ്യം സമർപ്പിക്കുന്നു. ആ നിവേദ്യം കഴിയുമെങ്കിൽ വൈഷ്ണവർക്ക് കൊടുക്കാൻ സാധിക്കണം. അഥവാ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ദാനകർമാദികൾ ചെയ്യണമെന്നർത്ഥം. ദാനകർമാദികൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ സങ്കല്പം എടുത്തിട്ട് വേണം ആ പാരണ വീട്ടാൻ ആ സമയത്തിനുള്ളിൽ. അപ്പോൾ അങ്ങനെ ഒരു വൈഷ്ണവനെ ഒരു രാജാവ് അതിഥിയായി ക്ഷണിച്ചു. ഇനി ഓർമ്മ വരും കാര്യങ്ങൾ, അല്ലേ? അംബരീഷൻ. അംബരീഷൻ മറ്റാരും തന്നെയല്ല, ശ്രേഷ്ഠനായ വിചിത്രനായ സന്യാസി ദുർവാസാവ് മഹർഷി. ശരി, ക്ഷണമെല്ലാം സ്വീകരിച്ചു. സ്നാനം ചെയ്യാൻ പോയി. പെട്ടെന്ന് പറയാം, എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. സമയമായിട്ടും കാണുന്നില്ല, ജസ്റ്റ് അബൌട്ട് നമുക്ക് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭൃത്യന്മാർ ഉപദേശിച്ചു, നിർജ്ജലമായിരുന്നല്ലോ, ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി ജലം സ്വീകരിച്ചുകൊണ്ട് ഈ പാരണ വീട്ടാം, എന്നിട്ട് ഔദ്യോഗികമായിട്ട് പ്രസാദം ദുർവാസാവ മഹർഷി വരുമ്പോൾ കഴിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അത് വളരെ ശ്രേഷ്ഠമായി തോന്നുകയും ഉചിതമായി തോന്നുകയും അദ്ദേഹം അത് ചെയ്യുന്നു. ഞാനത് ഇഷ്ടകൊണ്ട് ദുർവാസാവ മഹർഷി അത് കണ്ടു. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഒരു നിമിഷം കാത്തിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അകത്തോട്ട് വന്നു. ഇതിനെ ഒരു മറുവശം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് പ്രതികരണം ചെയ്യാൻ പാപപുരുഷൻ നമ്മളെ കാത്തിരിക്കുകയാണ്.
നമ്മൾ പിടികൊടുക്കരുത്. അതാണ് മായയുടെ പിടി എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, ജാഗരൂകരായിരിക്കണം. അതുകൊണ്ടാണ് സദാസമയവും ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ വിളക്ക് കൊളുത്തുന്ന നിലവിളക്ക് പോലെയാണ്. ഒരു ദിവസം നമ്മൾ കഴുകാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്ലാവ് വരും. അതിനൊരു മങ്ങലുണ്ടാവും. അതെ, ഒരു മങ്ങലുണ്ടാവും. പിന്നെ പതുക്കെ പതുക്കെ ക്ലാവ് വരും. അപ്പോൾ ഒരു ദിവസം തേച്ച് പിടിപ്പിച്ച് ഞാൻ നിലവിളക്ക് നല്ലവണ്ണം കൊളുത്തി, ഇന്നതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെയാണ് നമ്മുടെ നാമജപവും ഭക്തിയുത സേവനവും സത്സംഗങ്ങളുമെല്ലാം. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ പാപപുരുഷൻ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ ദുർവാസാവ് മഹർഷി അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്ന കണ്ടപ്പോൾ തന്നെ ഭഗവാൻ പോലും അറിയാതെ ഭഗവാന്റെ ചക്രം അവിടെ ഉണർന്നു. ചക്രത്തിന് സഹിച്ചില്ല. അവസാനം അംബരീഷ മഹാരാജാവിന്റെ മുന്നിൽ തന്നെ ശരണാഗതി ചെയ്തു. ക്ഷമ ചോദിക്കുന്നു അല്ല, അംബരീഷ മഹാരാജാവ് ചക്രത്തോട് ദയവായി തിരിച്ചു പോകണമെന്ന് പറയുന്നത് വരെ ചക്രം അവിടെ നിന്നു. ഒരു ഭക്തനോട് അത്രയേറെ കരുണയുള്ളവനാണ് ഭഗവാൻ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധ കാന്ത നമോസ്തുതേ. അത്ര അനുകമ്പയും സ്നേഹവും ഒരു കരുതലും ഉള്ളതാണ് ഭഗവാൻ കൃഷ്ണൻ, ഗോവിന്ദൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ ആത്മാരാമനാണ്. നമുക്ക് സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വയം അതായത് മറ്റുള്ളവർക്ക് നിന്ന് എടുത്തു വെച്ചിട്ട് കൊടുക്കുന്ന, നമ്മുടെ പറയുമല്ലോ, ചിലപ്പം ട്രഷറി നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണ്? ഈ റിസർവ് ബാങ്ക് അല്ലല്ലോ, അതിനും മുകളിലുള്ളൊരു ബാങ്ക് ഉണ്ടല്ലോ, പേര് മറന്നു പോകുന്നു. അപ്പം അവിടെ ഖജനാവിൽ പൈസ കുറയുന്നു ഇല്ലേ, അങ്ങനെയൊക്കെ വരും. അപ്പൊ അവിടെ വീണ്ടും ആരെങ്കിലും കൊണ്ടിടണം, അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ് ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ സോഴ്സ് അല്ല, അതങ്ങനെ തന്നെയാണ്. ആനന്ദത്തിന്റെ സ്വിസ് ബാങ്ക് പ്രഭു, സ്വിസ് ബാങ്ക് ആണ്. സന്ധി. അപ്പൊ അവിടെ സ്വയം ആനന്ദം കണ്ടെത്തുന്ന ഒരാളിന്റെ അടുത്തെത്തിയെങ്കിൽ മാത്രമേ നമുക്ക് അവിടുന്ന് ആനന്ദം കിട്ടുകയുള്ളൂ. ആ ആളിനെ മറ്റൊരു പേരെന്ത് പറയുന്നു? ആത്മാരാമൻ. എന്താ? ആത്മാരാമൻ. ഭഗവാനെ പറയുന്ന പേരാണ് ആത്മാരാമൻ. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധം എടുത്താട്ടെ, 7-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം. ആത്മാരാമച്ചമനയോ നിർഗ്രന്ഥ അഭി ഉരുക്രമേ. അപ്പം ആത്മാരാമൻ സ്വയം ആനന്ദിക്കുന്നവനാണ്. നോക്കണം, വളരെ ആ ഒരു ഭാവങ്ങളിലേക്ക് നമ്മൾ പോകുമ്പം ഭഗവാൻ സ്വയം ആനന്ദിച്ചു. ആ ആനന്ദത്തെ വീണ്ടും പ്രത്യക്ഷത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ഒരു ആനന്ദം, പ്ലഷർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വീണ്ടും ഭഗവാൻ രണ്ടായി. എങ്ങനെ രണ്ടായി? അവിടെ വീണ്ടും ഹ്ലാദിനി ശക്തിയെ, അന്തരംഗ ശക്തിയെ പുറത്തു കൊണ്ടുവന്നു അല്ലേ? പുറത്തു കൊണ്ടുവന്നു. അതാണ് രാധാറാണി, ഹ്ലാദിനി ശക്തി. അവിടെ രാധാറാണിയും ഭഗവാനും തമ്മിലുള്ള ഒരുപാട് സംഭാഷണങ്ങളുണ്ട്. മധുരയോട്ട് പോകുമ്പോഴത്തേന് നമ്മൾ ഒന്നല്ലേ, അത് ഭഗവതിക്ക് അറിയില്ലേ? ഇപ്പൊ രാധാറാണി തിരിച്ചു പറയും,
ആ കൃഷ്ണ ഒന്നാണെന്ന് എനിക്കറിയാം, അങ്ങ് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ രണ്ട് ശരീരമല്ല ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പരസ്പരം ആ ഒരു പ്രേമം അനുഭവിക്കാൻ വേണ്ടിയിട്ടില്ലേ നമ്മൾ രണ്ടായിട്ട് ഇങ്ങനെ ഒരു രണ്ട് പേഴ്സണൽ ഭാവത്തിൽ നിൽക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് ചർച്ചകളുണ്ട്. നല്ല രസമാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ശ്ലോകം എടുക്കുമ്പോൾ പറയണേ, വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഭഗവാൻ വീണ്ടും ആനന്ദിക്കാൻ, ആ ആനന്ദത്തിന്റെ ഈ ഒരു ഹ്ലാദിനി ശക്തിയും പോരാ, അതിനും വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ആനന്ദം സ്വയം അനുഭവിക്കാനും മറ്റുള്ളവർക്ക് ആ ആനന്ദം കൊടുക്കുവാനും വേണ്ടിയിട്ട് വീണ്ടും ഭഗവാനും രാധാറാണിയും ഒന്നായി. ഏതാണ്, എവിടെയാണത്? ആ ചൈതന്യ മഹാപ്രഭു. ആ മഹാപ്രഭു നോക്കണം, എത്ര സുന്ദരമായ ഭാവങ്ങളാണ് നമുക്ക് തരുന്നത് ഭഗവാൻ. ഒരിടത്ത് ഭഗവാൻ അങ്ങനെ വിശ്വരൂപത്തോടെ നിന്നു, ചതുർബാഹുവായിട്ട് നിന്നു. വീണ്ടും ആനന്ദം തരാൻ വേണ്ടിയിട്ട് നമ്മളെ ആ ലീലകളിലൂടെ നമുക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും ഹ്ലാദിനി ശക്തിയെ മുന്നിൽ കൊണ്ടുവന്നു, അന്തരംഗ ശക്തിയെ പുറത്തു കൊണ്ടുവന്നു. എന്നിട്ടും വരെ നമ്മളോട് വീണ്ടും അനുകമ്പ കാണിച്ചുകൊണ്ട് നമ്മളിലൂടെ ഇറങ്ങി വന്ന് ആനന്ദം നമുക്ക് തരാൻ ആ മഹാമന്ത്ര ജപത്തിലൂടെ ഞാനും ജപവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, ഞാനും എൻ്റെ പേരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് അടുത്ത ഭാവത്തിൽ വന്നു. ഏത് ഭാവം? മഹാപ്രഭുവിന്റെ ഭാവം അല്ലേ? എത്ര രസമാണ്. എടുത്തോ പ്രഥമസ്കന്ധം. എടുത്തു പ്രഭു. ആയിച്ചോട്ടെ. ശ്ലോകം 10. ശ്രീല ഗുരുപ്രവാദകിലെ ഓ നമോ ഭഗവതി വാസുദേവായ. ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം മാതാജി ഹരേ കൃഷ്ണ. ഞാൻ പ്രഥമസ്കന്ധം 7-ാമത്തെ അധ്യായം 10 ശ്ലോകമാണ്. 7-ാമത്തെ അധ്യായം പറഞ്ഞേ. പ്രഥമസ്കന്ധം ശ്രീമദ് മഹാഭാഗവതം ഭാഗവതമാണോ? 7-ാമത്തെ അധ്യായം 10. ഭാഗവതം ഇല്ല പ്രഭു. എന്തായാലും ആ ശ്ലോകം എടുത്തില്ലേ? ബീജം മാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിമത ആസ്മി തേജസ്തേ തേജസ്സിനാമഹം. ചെറിയൊരു വാക്ക് തേജസ്സിനാമഹം. ഏഴാമത്തെ സ്കന്ധം എത്രന്ന് പറഞ്ഞാട്ടെ ഭാഗവതം എടുത്തു. ഏഴാമത്തെ സ്കന്ധമല്ല മാതാജി, 1-ാമത്തെ സ്കന്ധം, പ്രഥമ സ്കന്ധം. സ്കന്ധം 7-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം. ഒന്നെടുത്തോട്ടെ പ്രഭു. തേജസ്സിനാമഹം. എന്താ വിവർത്തനം? വായിച്ചോട്ടെ മാതാജി. ചൊല്ലട്ടെ, ജപിക്കട്ടെ, ചൊല്ലട്ടെ പ്രഭു. അധ്യായം ശ്ലോകം 10. രാഷ്ട്രേ പ്രജ സർവാസ്ത്രസ്യന്തേ സാധു സാധിഭിഃ തസ്യ മത്തസ്യ നശ്യന്തി കീർത്തിരായൂർഭഗോഗതി. ഇത് 10. 11 വേണോ? ചേർന്നായിരിക്കുന്നേ. ഒരു മിനിറ്റ്. വായിച്ചോട്ടെ. ഏതരാജ്ഞാം പരോധർമ്മ ഹ്യാർത്താനാമർത്തി നിഗ്രഹ അത ഏനം വദിഷ്യാമി ഭൂതദ്രൂഹമസത്തമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 1-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകമായിരുന്നു. സൂത ഉവാച ആത്മാരാമച്ച മുനിയോ നിർഗന്ധ അവിഗുരുക്രമേ കുർവന്തി അഹയുതുകം ഭക്തിം ഇദം ഭൂതഗുണോ ഹരിഹി. 1-ാം സ്കന്ധം 7-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം വായിക്കണോ? അതായത് ഞാൻ പറഞ്ഞത് മാതാജി വായിച്ച ശ്ലോകമല്ല. അയ്യോ. 1-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം 10-ാമത്തെ ശ്ലോകം. 1:7-10. പ്രഭു വായിക്കട്ടെ. ആത്മാരാമച്ച മുനിയോ നിർഗ്രന്ഥ അപ്യുരുകൃതമേ കുർവന്ത ഹൈതുകി ഭക്തിമിതം ഭൂതഗുണ ഹരി.
ആ വിവർത്തന സൂതഗോസ്വാമി പറഞ്ഞു, സർവവിധ വ്യത്യസ്ത ആത്മാരാമന്മാരും, അതായത് ആത്മാവിൽ ആനന്ദം കണ്ടെത്തുന്നവർ, പ്രത്യേകിച്ച് ആത്മസാക്ഷാത്കാര പാതയിൽ അടിയുറച്ചവർ, എല്ലാവിധ ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ടുവെങ്കിൽ തന്നെയും പരമദിവ്യോത്തമ പുരുഷന് കലർപ്പറ്റ ഭക്തിയുത സേവനം അനുഷ്ഠിക്കുവാൻ അഭിലഷിക്കുന്നു. ഭഗവാൻ അതീന്ദ്രിയ ഗുണങ്ങൾക്ക് ഉടമസ്ഥനാകിയാൽ അദ്ദേഹത്തിന് മുക്താത്മാക്കളെ ഉൾപ്പെടെ സർവരെയും ആകർഷിക്കാൻ സാധ്യമാണെന്ന് ഇത് അർത്ഥമാക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ സ്വയം സംതൃപ്തനാണ്, ആത്മാരാമനാണ്, ആത്മസംതൃപ്തി. അപ്പൊ ആത്മസംതൃപ്തി കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ അടുത്തോട്ട് പോയെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ആത്മാരാമനെ കുറിച്ചിട്ട് സനാതന ഗോസ്വാമി 61 അർത്ഥങ്ങളാണ് പറഞ്ഞത്, 61. അപ്പൊ അതില് പ്രധാനപ്പെട്ടതാണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. ആത്മാരാമൻ, നമുക്ക് ആ ആത്മസംതൃപ്തി കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രധാന കാര്യം നമ്മൾ ചെയ്യേണ്ടത് ഭക്തിയുത സേവനമാണ്. ഭക്തിയുത സേവനത്തിന്റെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാവപ്രകടനങ്ങൾ, ഭാവവ്യത്യാസങ്ങൾ 11-ാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായം 40-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. 11:2-40. ഏകം വ്രതസ്വ പ്രിയ നാമകീർത്തിയ ജാത അനുരാഗു ദൃഢചിത്ത ഉച്ചൈഹി. എടുത്തോ, അതും കൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നമ്മൾ ഹരേ കൃഷ്ണ സത്സംഗങ്ങളിൽ പോകുമ്പോൾ മിക്കവാറും കാണുന്ന കാര്യങ്ങളാണ്. ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താ ഇങ്ങനെ ചാടുന്ന എന്തിനാ, കൈപൊക്കി പ്രാർത്ഥിക്കുന്ന എന്തിനാ, ഞങ്ങളെല്ലാം കൈകൂപ്പിയാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ചിലർ വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്നല്ലോ, കുറച്ച് ഭക്തിയൊക്കെ നമുക്ക് കാണാം. നമുക്കും കുറച്ച് ഭക്തിയൊക്കെ ഉണ്ട്, നമ്മളൊക്കെ ഭഗവാനെ പോകുന്നവരാണോ, ഭക്തിയൊക്കെ മനസ്സിലങ്ങ് മതിയല്ലോ എന്നൊക്കെ സ്വയം ചിന്തിക്കുന്നവരും അല്ലെങ്കിൽ സ്വയം സംസാരിക്കുന്നവരും മർമറിങ് ചെയ്യുന്നവരും മറ്റുള്ളവരോട് ചിലപ്പം പറയുന്നവരും ഒക്കെ കാണും. ഇല്ലേ? ഉണ്ടോ ഇല്ലേ? കേട്ടിട്ടുണ്ടോ അങ്ങനെയൊക്കെ? എടുത്തോ. അപ്പൊ അവിടെയാണ് പൂന്താനം നമ്പൂതിരി പറഞ്ഞത്, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി. അപ്പം ഭക്തി കൊണ്ട് പറഞ്ഞു തന്നത് ആനന്ദം കൊണ്ട് നാണം വിട്ട് കൈ കൂപ്പി സ്തുതിക്കണം, പിന്നെ ലജ്ജയില്ലാതെ നൃത്തം ചവിട്ടണം, അല്ലേ? പറയുന്നുണ്ടോ? പൂന്താനം നമ്പൂതിരിയുടെയൊക്കെ നമ്മുടെ മലയാളത്തിന്റെ സംഭാവനകളാണ്, വായിക്കണം. എടുത്തോ, ഇത് വായിച്ചോ. 11-ാമത്തെ സ്കന്ധം 2-ാമത്തെ അധ്യായം 40-ാമത്തെ ശ്ലോകം എടുത്തോ. ഏവം വ്രതസ്വ പ്രിയ നാമ കീർത്തയ ജാതാനുരാഗോ ദുദജിത്ത ഉച്ചൈ ഹദസ്യ ദദോ രോദിനി രൗദികായ ഉന്മാദവാൻ നൃത്യതി. എന്താ അർത്ഥം? പരമോന്നതനായ ഭഗവാന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യുന്നതിലൂടെ ഒരുവൻ ഭഗവത് പ്രേമത്തിന്റെ തലത്തിലേക്ക് വരുന്നു. പിന്നീട് ഭക്തൻ താൻ ഭഗവാന്റെ ശാശ്വത സേവകനാണെന്നുള്ള തന്റെ വ്രതത്തിൽ ഉറയ്ക്കുകയും ക്രമേണ ഭഗവാന്റെ ഒരു പ്രത്യേക നാമത്തിലും രൂപത്തിലും ആസക്തനായി തീരുകയും ചെയ്യുന്നു. ഉന്മത്ത ഭക്തിയാൽ ഹൃദയം ആർദ്രമാകുമ്പോൾ അവൻ വളരെ ഉച്ചത്തിൽ കരയുകയോ ചിരിക്കുകയോ അട്ടഹസിക്കുകയോ ചെയ്യുന്നു. പൊതുജന അഭിപ്രായത്തെ ഗവനിക്കാതാകുന്ന അവൻ ചിലപ്പോൾ ഒരു ഭ്രാന്തനെ പോലെ പാടുകയും നൃത്തമാടുകയും ചെയ്യുന്നു. വരുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഒരു നാമത്തിൽ ഒരു രൂപത്തിൽ, ഏതാ ടെൻഡൻസ്? പ്രത്യേക ഒരു നാമത്തിൽ ഒരു രൂപത്തിൽ അങ്ങനെ അർത്ഥം വന്നത് വായിച്ചത് മനസ്സുറപ്പിക്കുന്നു, അല്ലേ? ഒരു പ്രത്യേക നാമത്തിൽ രൂപത്തിൽ. ഏതാ നാമം? ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന ഒരു നാമത്തിൽ, ആ നാമത്തിലെ രൂപത്തിൽ നമ്മൾ മനസ്സുറപ്പിക്കുന്നു. ഏവം വദാസു പ്രിയ നാമകീർത്തയാ ജാത അനുരാഗിതനാകുന്നു. നേരത്തെ പറഞ്ഞു ഭക്തിയുടെ നിർവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമവും അനുരാഗവും കൂടി ചേർന്നതാണ്. അപ്പം ജാത അനുരാഗോ ദൃഢചിത്ത ഉച്ചൈഹി. നമ്മള് ഒരു പ്രത്യേക ഭാവത്തിലേക്ക് നമ്മള് കേന്ദ്രീകരിക്കപ്പെടുന്നു. ഹസതി, അങ്ങനെ ഹസതി അതോ രോദിതി, നമ്മൾ ഉറക്ക നിലവിളിക്കും, രൗതി ഉച്ചവെക്കും, ഗായതി സങ്കീർത്തനം ചെയ്യും, പാടും. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന ഗായതി
ഉന്മാദവാൻ, അതിലൂടെ നമ്മൾ ഉന്മാദം കൊണ്ട് നൃത്തം ചവിട്ടും. ഉന്മാദവാൻ നൃത്യതി, നൃത്തം ചവിട്ടും. ലോകബാഹ്യഹി, ആ പരിസരം മുഴുവൻ നമ്മൾ മറക്കും, ചിലപ്പോൾ മോഹാലാസ്യപ്പെട്ട് വീഴുകയും ചെയ്യും. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഭഗവാനുമായിട്ട് നല്ലൊരു യോഗ സമ്പ്രദായം, ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുന്നത്. അതിനാണ് പ്രത്യേകിച്ച് ഹരേ കൃഷ്ണ സത്സംഗങ്ങൾ ഉള്ളതും ഫിസിക്കൽ അസോസിയേഷൻ കൂടിയേ തീരൂ എന്ന് പറയുന്നതും. അങ്ങനെ ഒരു എക്ടസിയിൽ നിൽക്കുമ്പോൾ മാത്രമേ ഭഗവാനുമായിട്ട് കൂടിച്ചേർന്ന് നിന്ന് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. വാഞ്ചാ കൽപ്പതരൂപ്യച്ച കൃപാസിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഭാഗ്യം ഉള്ളവരാണ്, അങ്ങനെ ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഇതിനെക്കുറിച്ചുള്ള ഒബ്ജക്ഷൻ, യുവർ ഓണർ, അല്ലെങ്കിൽ വാല്യൂ ആഡഡ് പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി പറയുക. നമുക്ക് 2 മിനിറ്റ് ഉണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. റെക്കോർഡിംഗ് ക്ലോസ്.